ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാട്ടോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് വീഡിയോ ഇട്ട് പോയിട്ട് ഇപ്പോഴല്ലേ പൊന്തുന്നത്. എന്നും ഡെയിലി ഇടണം എന്ന് വിചാരിക്കും, നടക്കത്തില്ല. ഇനി നടക്കുമായിരിക്കും. അതൊരു മെയിനായിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു റെസൊല്യൂഷന്മാർ 2026. അപ്പോൾ രാവിലെ തന്നെ സിറ്റ് ഔട്ടിൽ ട്ടോ വരിക. അങ്ങനെ വീഡിയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഡോറൊന്ന് തുറന്ന് ജസ്റ്റ് നോക്കി പോവാറാണ്. അപ്പോൾ ഇന്നായിട്ട് ഇരുന്ന് ന്യൂസ് കാണുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിറ്റ് ഔട്ടിലൊന്ന് ഒരു 2-3 സെക്കൻഡ് നിന്നു. അതിനുശേഷം ഏട്ടൻ TV ഓഫാക്കി കിടക്കാൻ പോയിട്ടോ. ഞാനൊന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് അതിനുശേഷം കിച്ചണിലോട്ട് വന്നു. അപ്പോൾ കിച്ചൺ ഇങ്ങനെ രാത്രി ക്ലീൻ ചെയ്തിട്ട് രാവിലെ കയറുമ്പോൾ ഭയങ്കര മനസ്സ് കേട്ടോ, ഇനി ഇത് വൃത്തികേടാക്കണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ അപ്പം പറ്റൂലല്ലോ, നമുക്ക് എന്തെങ്കിലും തിന്നണ്ടേ. അങ്ങനെ പുട്ടും കടലയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ എടുത്തപ്പം വീഡിയോ നല്ല ലെങ്ത്തായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടുമായിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി എടുത്ത വീഡിയോ വെറുതെ ഡിലീറ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചു. അപ്പോൾ കടലയും പുട്ടുമായിട്ട് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ പോകും. അത് ആദ്യം തന്നെ വെച്ചാൽ അത് കുറച്ച് വേവുള്ള സാധനമല്ലേ. അപ്പോൾ ഒരു 6-7 വിസിലോളം വരുത്തുട്ടോ ഞാൻ കടലയ്ക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളി വാട്ടി കടല വേറെ വേവിച്ച് അങ്ങനെയല്ല കേട്ടോ, എല്ലതും ഒരുമിച്ച് അങ്ങോട്ട് ഇടും. അപ്പോൾ ഞാൻ ഉള്ളിയും കിഴങ്ങൊക്കെ മുറിച്ചിടാൻ പോകട്ടെ. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, മുളക് ഇതൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് നേരെ കുക്കറിൽ വേവാൻ വയ്ക്കും. അപ്പോഴത്തേന് പുട്ടുപൊടി എടുത്തിട്ട് ഞാനത് പുതർത്താൻ വെക്കാമെന്ന് വെച്ചിട്ടോ. ഒന്ന് കുറച്ച് നേരം പുതർന്നാലല്ലേ അതൊരു സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ 2 കപ്പാട്ടോ ഞങ്ങൾ അളവ്. അപ്പോൾ ഞങ്ങൾ 2 കപ്പ് എടുത്തതിന് ശേഷം ഞാൻ നേരെ ഇനി വെള്ളമൊഴിച്ച് പുതരാൻ വെക്കും. അപ്പോഴത്തേന് ഞാൻ കുക്കറിൽ മറ്റേതെല്ലാം അരിഞ്ഞിട്ടിട്ട് ഗ്യാസിലോട്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഞാൻ ഭയങ്കര മടിച്ചാണ്. പെട്ടെന്ന് എനിക്ക് ഉണ്ടല്ലോ, ഈ ഉപ്പിടുമ്പം കൈ കൊണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് അളവ് തെറ്റുന്ന മാതിരി, കൈ കൊണ്ടിട്ടാലേ എനിക്കത് കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞി അങ്ങനെയാണോ? അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം 1.25 ഗ്ലാസ് ആട്ടോ ഞാൻ ഒഴിക്കൽ. ഗ്ലാസ് അല്ല, ആ കപ്പിന് കണക്കാക്കിയിട്ട്. പക്ഷേ ഇന്ന് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അത് സിങ്കിലോട്ട് പോയി ഒഴിച്ച് അതിന് ശേഷം ഇത് മാറ്റി വയ്ക്കട്ടോ. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകണം. അപ്പോൾ ആ തേങ്ങേൻ്റെയൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിലാട്ടോ. ഇതിപ്പോൾ തന്നെ കഴിയും. അതിനുശേഷം ഉള്ളി നന്നാക്കി തക്കാളി അരിഞ്ഞ് അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇട്ടിട്ട് നേരെ ഞാൻ കിഴങ്ങെടുക്കാൻ പോയതാട്ടോ വർക്കേരിയയിലോട്ട്. അപ്പോൾ വർക്കേരി എന്താ കാണിക്കാത്തത് വെച്ചാൽ വർക്കേരിയൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ കാണിക്കാം, അതെന്തായാലും ഇപ്പോൾ എടുക്കാനും പോകുന്നില്ല. അങ്ങനെ അപ്പോൾ ഇതൊക്കെ അരിഞ്ഞിടുക കേട്ടോ. അയ്യോ, നിങ്ങൾക്ക് അരിഞ്ഞു കേട്ടോ. കിച്ചണിൽ നിന്നാൽ ഞാൻ എത്ര വട്ടം കൈ കഴുകിയെന്ന് എനിക്ക് പോലും ഒരു അറിവില്ല. അങ്ങനെ ഇത് നേരെ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ കയറി നോക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ആയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇത് അടുപ്പത്തോട്ട് വെച്ച് ഇനി നെക്സ്റ്റ് പുട്ടിൻ്റെ പണി നോക്കാം. അപ്പം ഇനി തേങ്ങ ചിരകട്ടെ പുട്ടിനുള്ള. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്ക് ബായ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് കേട്ടോ പുട്ടുപൊടി, കണ്ടില്ലേ?